അവർക്ക് നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാർ പൊട്ടിക്കൊമ്പടി ഞാമാക്കൽ. ഇന്ന് നമുക്ക് കുറച്ച് 2 പീസിന്റെ സെറ്റുകളും കുറച്ച് 3 പീസിന്റെ സെറ്റുകളും കാണാം. കുറെ നാളായി ഇപ്പൊ ഞാൻ അങ്ങനത്തെ ഒക്കെ കാണിച്ചിട്ട്. കൂടുതലും ബാഗും ഫാൻസിയാണ് കാണിക്കാറ്. അപ്പൊ ഇന്ന് കുറച്ച് 2 പീസ് 3 പീസ് നമുക്ക് കാണാം. മെറ്റീരിയൽ ഇത് ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ കോട്ടണിലുള്ള സെറ്റുകളാണ് കേട്ടോ. ഇത് കോട്ടണിൽ വരുന്ന ഒരു സെറ്റാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡില് കോളർ നെക്കാണ് വന്നിരിക്കുന്നത്. യോക്കില് ഇതുപോലെ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു യോക്കാണ്. പിന്നെ ഇതിന് ഇവിടെ നിന്ന് താഴോട്ട്, അതായത് യോക്ക് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വരുമ്പോൾ ചെറുതായിട്ട് പ്ലീറ്റുകൾ ഉണ്ട്. പക്ഷെ ഈ പ്ലീറ്റുകൾ ഉണ്ട് എങ്കിലും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വണ്ണമൊന്നും തോന്നുന്ന ഡ്രസ്സല്ല. ഇതില് രണ്ട് സൈഡിലും, ഈ സൈഡിലും ഇതിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ മാത്രമാണ് പോക്കറ്റ് ഉള്ളൂ കേട്ടോ. അതുപോലെ 47 ഒക്കെ ലെങ്ത് 47 നല്ല ലെങ്ത് ഉള്ളത്. ഇപ്പൊ എനിക്കിത് വെക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, 47 48 ഇതിന് ലെങ്ത് ഉണ്ട്. സ്ലിറ്റ് ഇല്ലാത്ത അനാർക്കലി ടൈപ്പ് ആണ്. അനാർക്കലി അല്ല, എയർലൈൻ ടൈപ്പ് ആണ്. ബാക്ക് സൈഡില് ഇതുപോലെയാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് ലൈനിങ് ഉള്ളില്, ഫ്രണ്ടില് യോക്കിന്റെ ഭാഗത്ത് മാത്രമാണ് ലൈനിങ് ഉള്ളൂ. അതിന്റെ ആവശ്യമേ ഉള്ളൂ. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന നല്ല സുഖമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. സോഫ്റ്റ് ആണ്. ഇതിന്റെ പാന്റ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ പാന്റ് ബാക്ക് സൈഡിലാണ് ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ ഒരു പടിയാണ് വന്നിരിക്കുന്നത്. ഇതിലും ഇതുപോലെ നല്ല വലിപ്പമുള്ള പോക്കറ്റ് ഉണ്ട്. വലിയ ഫോൺ ഇടാൻ പറ്റുന്നതാണ്. ഒരു സൈഡിലാണ് പോക്കറ്റ് വരുന്നത്. ഇതിനും ലെങ്ത് ഉള്ള ബോട്ടം കേട്ടോ. അപ്പൊ ഈ ഒരു സെറ്റില് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസുകളാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഈ ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കൂടി റേറ്റ് വന്നിരിക്കുന്നത് 970. ഇനി ഇതില് വേറെ ഒരു ഷെയ്ഡ് കൂടി ഉണ്ട്, അത് കാണാം. ഈ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പിങ്കും ബീജ് കളറും എല്ലാം ഒരു ബ്ലൂവിന്റെ ഒക്കെ ഷെയ്ഡ് കൂടിയ, ഞാൻ ആദ്യം കാണിച്ച ടോപ്പിന്റെ തന്നെ പാറ്റേൺ എല്ലാം സെയിം ആണ്. കളർ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇതുപോലെ കോളർ നെക്കിൽ വന്നിരിക്കുന്ന ടോപ്പാണ്. യോക്ക് ഷേപ്പ്, ഇതുപോലെ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള യോക്ക്, 3/4 സ്ലീവ്. സ്ലീവിന്റെ എൻഡില് ബോട്ടത്തിന്റെ അതേ പീസ് തന്നെയാണ്, അതായത് യോക്കിലിരിക്കുന്ന പീസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. യോക്ക് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പ്ലീറ്റഡ് ആണ്. പക്ഷെ ഒരുപാട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറെ വണ്ണം തോന്നുന്ന ടൈപ്പ് അല്ല. ഇതിനും പോക്കറ്റ് ഉണ്ട് കേട്ടോ. ടോപ്പിനും പോക്കറ്റ് വന്നിട്ടുണ്ട്. ഇതിനും 47 48 ലെങ്ത് ഉണ്ട്. ഫ്ലയർ ആണ്, അതായത് സ്ലിറ്റ് ഇല്ലാത്ത തരം ടോപ്പാണ്. ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഈ യോക്കില് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അതേ പീസ് കൊണ്ട് തന്നെയുള്ള ബോട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 970 970. ടോപ്പ് ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ടോപ്പ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡില് ആകെ ഫ്ലോറലാണ് വന്നിരിക്കുന്നത്. പിന്നെ ആദ്യം കാണിച്ച രണ്ടെണ്ണം ചൈനീസ് കോളർ ആയിരുന്നു. ഇത് അങ്ങനെയല്ല. ഇതുപോലെയാണ് കഴുത്ത് വന്നിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോ ഒരു വീനെക്കാണ്. എന്നിട്ട് 3/4 സ്ലീവ്. സ്ലീവിന്റെ എൻഡിലും യോക്കിലത്തെ അത് ഇവിടെ നെക്കിൽ വെച്ചിരിക്കുന്ന ഒരു പീസാണ് ഇവിടെ ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന, ഫുൾ ലൈനിങ് ഉണ്ട് കേട്ടോ. ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഒരു ടോപ്പാണ്. സ്ലിറ്റ് ടോപ്പാണ്. ഇതുപോലെയാണ് ഉണ്ടോ, ലൈനിങ് ഉണ്ട്. സ്ലിറ്റഡിൽ വന്നിരിക്കുന്ന ടോപ്പാണ്. ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് സാധാ പോലെയാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ബോട്ടം ഫ്രണ്ടില്, ബാക്കില് അലാസ്റ്റിക്കും ഫ്രണ്ടില് പടിയായിട്ട് വന്നിരിക്കുന്നതാണ്. ഇതും വിത്ത് പോക്കറ്റോട് കൂടിയ ബോട്ടാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 930. ഇത് നല്ല കോട്ടൺ ആണ്. ഫുൾ ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നതാണ്. സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ. അതിന്റെ ആവശ്യമില്ല. ഇത് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 930. ഇതിലും മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. ടോപ്പ് ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. അത് ഒരു സീ ഗ്രീന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ്. ഇത് വീനെക്കിൽ വന്നിരിക്കുന്നതാണ്. ഈ നെക്കിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു മിറർ വർക്ക് ചെയ്തിട്ടുണ്ട്. മിറർ കൊണ്ട് 3/4 ആണ് സ്ലീവ്. പിന്നെ ഇത് പ്ലെയിൻ അല്ല കേട്ടോ. ഇതിൽ കണ്ടോ, അവിടെയും ഇവിടെയൊക്കെ ഒരു വീവ് സ്കാറ്റർ ചെയ്ത് വീവ് കൊണ്ട് ഓരോ ഡിസൈനുകൾ ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ അല്ല, ഇതുപോലെ തന്നെ വീവ് സെൽഫ് ആയിട്ടുള്ള ഒരു വീവ് അതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഫുൾ ആയിട്ട് ലൈനിങ്ങോട് കൂടി ചെയ്തിരിക്കുന്നതാണ്. ഇതാ കണ്ടോ, ഫ്രണ്ടിലും ബാക്കിലും ലൈനിങ് ഉണ്ട്. സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ടോപ്പാണ്. ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് കാന്ത സ്റ്റിച്ച് ഉള്ള, കണ്ടോ ഇതുപോലെ കാന്ത സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ കൊണ്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിനും പോക്കറ്റ് അവൈലബിൾ ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1060, 1060. ടോപ്പ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡും ക്രീം ഷെയ്ഡ്, ബീജ് ഷെയ്ഡ്, യെല്ലോ ഷെയ്ഡ് അങ്ങനെയൊക്കെ മിക്സ് ആയിട്ട് ആകെ ഒരു ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ നെക്കിന്റെ പാറ്റേൺ കണ്ടോ, ഇതാ ഇങ്ങനെയാണത്. നെക്ക് ഇതുപോലെ 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 ഇങ്ങനെ തെറ്റിച്ചിട്ടുള്ള ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ്. ഇതിന് 3/4 സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. ഈ സ്ലീവിന്റെ എൻഡിലാണ് ബോട്ടത്തിന്റെ ഒരു പാച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെയാണ്. ഇതും ഫ്രണ്ട് ഭാഗവും ബാക്ക് സൈഡും രണ്ട് ഭാഗത്തും ലൈനിങ് കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പാണ്. ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത്, ഇതും കോട്ടൺ തന്നെയാട്ടോ. ഇതിന്റെ ബോട്ടത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത്. വിത്ത് പോക്കറ്റ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 930. ഇപ്പൊ ഞാൻ ഈ കാണിച്ചത് ഒരു പീച്ചും പിങ്കും കൂടിയ ഒരു ഷെയ്ഡാണ്. ഇനി ഇതിൽ തന്നെ വേറൊരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. നല്ലൊരു സീ ഗ്രീനും സീ ബ്ലൂവും കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് മാത്രമാണ് വ്യത്യാസമുള്ളത്. നെക്കും അതിന്റെ പാറ്റേണും എല്ലാം സെയിം ആണ്. അപ്പൊ ഇതിലും സൈസ് വന്നിരിക്കുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 930. കാണിക്കുന്നത് ഒരു ടോപ്പ് മാത്രമാണ്. ഇതാ ഒരു ക്രീം, യെല്ലോ, ലൈറ്റ് ഓറഞ്ച്, ഗ്രീൻ അങ്ങനെയുള്ള മൾട്ടി കളറിൽ വന്നിരിക്കുന്നത്. സെന്ററിലുള്ള ഒരു സെന്റർ പാനല് ഇതുപോലെയാണ്. സൈഡിലേക്ക് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇത് നമുക്കിപ്പോ ഇത് ടോപ്പ് മാത്രമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനെ ഒരു ഫ്രോക്ക് പോലെ നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ചൈനീസ് കോളർ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ 3/4 സ്ലീവിന്റെ എൻഡില് ഈ യോക്കില് സെന്ററിൽ വെച്ചിരിക്കുന്ന ഒരു പീസാണ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 720. ഇത് എല്ലാം നല്ല ലെങ്ത് ഉള്ളതാട്ടോ. 47, 48 വരെ ഞാനിപ്പോ ഇത് വെച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയത് നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 720. ടോപ്പ് വന്നിരിക്കുന്നത് ഇതും ടോപ്പ് മാത്രമാണ്. നല്ലൊരു പീച്ച് ഷെയ്ഡിൽ ഇതുപോലെ വലിയ ഒരു ഫ്ലോറലാണ് വന്നിരിക്കുന്നത്. അതില് ഒരു ഇടയില് ഓരോ ഫ്ലോറൽസിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഗോൾഡന്റെ ഒരു ടിന്റ് കൂടി അതിൽ വന്നിട്ടുണ്ട്. ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആണ് ഇത് ഇടാനായിട്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 700 രൂപയാണ്. ഇത് റൗണ്ട് നെക്ക്, എന്നിട്ട് ഒരു പോട്ട്ലി ബട്ടൺ ആണ് ഇവിടെ സെന്റർ വരെ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഇതുപോലെ ചെറിയൊരു പ്ലീറ്റ് ആണ്. പ്ലീറ്റ് എന്ന് പറഞ്ഞാലും അതിങ്ങനെ എന്താ പറയാ, ഒരുപാട് വണ്ണം തോന്നിക്കുന്ന തരമല്ല, നല്ലതുപോലെ ഒതുങ്ങി കിടക്കുന്നതാണ്. 3/4 സ്ലീവ് ആണ്. ബാക്ക് സൈഡ് കണ്ടോ, ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് സൈഡിൽ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഞൊറിയൊന്നും ഇല്ലാന്ന്, ഏലയും പോലെയാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 700 രൂപ. ഇതിലും മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. ഇത് കാണിക്കുന്നത് ടോപ്പും ബോട്ടും ദുപ്പട്ടയും കൂടിയുള്ള ഒരു 3 പീസ് സെറ്റ് ആണ്. ഇത് കണ്ടോ, ഇപ്പൊ നല്ല ട്രെൻഡിൽ പോകുന്ന, നമുക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ ഇട്ടുകൊണ്ട് പോവാൻ പറ്റുന്ന തരം. ഇത് കാണുമ്പോൾ തന്നെ അറിയണില്ല, ഇതിലൊരു തിളക്കുണ്ട്. അതായത് ഷിമ്മറിന്റെ ഒരു ഫാബ്രിക് ആണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ഒട്ടിക്കെടുക്കുന്നതാണ്. അതല്ലാതെ ഈ ടിഷ്യൂന്റെ ഒക്കെ പോലെ ഇങ്ങനെ പറന്ന് നിൽക്കുന്നതല്ല, നല്ലതുപോലെ ചേർന്ന് കിടക്കുന്നതാണ്. വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, വയലറ്റ് അല്ല, ഞാറക്കയുടെ ഒരു കളറും ഒരു ഗോൾഡൻ കളറും ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. അതില് അവിടെയും ഇവിടെയൊക്കെ ഓരോ സീക്വൻസ്, അത് 0 സീക്വൻസ് ആണ്. നമ്മുടെ ഡ്രസ്സിന് ഇങ്ങനെ വലിയണതോ എന്തെങ്കിലും കൊണ്ടാലോ അങ്ങനത്തെ ഒന്നും അല്ല, പതിഞ്ഞിരിക്കുന്ന തരാണ്. ഇതിന്റെ നെക്ക് വരുന്നത് ഇതുപോലെ റൗണ്ടിലാണ്. ഈ നെക്കിലും ഇതുപോലത്തെ തന്നെ ഒരു ചെറിയ എംബ്രോയിഡറി, ചെറിയൊരു വർക്കാണ്. ഒരുപാട് വർക്കല്ല, സിമ്പിൾ വർക്കാണെന്നുണ്ടെങ്കിലും അത് നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു വർക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാറാണ്.
ഇതിന്റെ 3/4 ആണ് ഇതിന്റെ സ്ലീവ് വന്നിരിക്കുന്നത്. ഇത് സ്ലിറ്റഡ് ടോപ്പ് ആണ്. ബാക്ക് സൈഡിൽ ഇതാ ഇതുപോലെ തന്നെയാണ് ബാക്ക് സൈഡും വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതാ പ്ലെയിൻ ഇതേ ഷെയ്ഡില് ഇതേ മെറ്റീരിയലിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടാണ്. പിന്നെ ഇനി ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നതും ഇതേ മെറ്റീരിയൽ തന്നെ കേട്ടോ. അതില് ഇതുപോലെ ചെറിയ ചെറിയ ഓരോ ബുട്ടാസ് ഗോൾഡൻ കളറിലുള്ള ഒരു ബുട്ടാസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് മൂന്നും കൂടി റേറ്റ് വരുന്നത് 1425, 1425. ഇത് നമുക്ക് പാർട്ടിക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ചുരിദാറാണ്. ഇപ്പൊ നല്ല ട്രെൻഡിൽ പോകുന്ന ഒരു മെറ്റീരിയലും ആണ്. കാണിക്കുന്നത് ഇത് കോട്ടണിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്. ഞാറയ്ക്ക കളറാണ്. കോളറിനൊക്കെയാണ് ചൈനീസ് കോളറാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഡെയിലി ജോലിക്ക് പോകുന്നവർക്കും അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ എങ്ങോട്ടെങ്കിലും പുറത്ത് കറങ്ങാനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ഇത് കോട്ടണിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ സമ്മറിൽ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. ഇത് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഒരു ടോപ്പാണ്. അപ്പൊ ഇതില് ഇത് കണ്ടോ, ഈ ബോട്ടത്തിന്റെ ഒരു പീസാണ് ഇവിടെ യോക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് 3/4 സ്ലീവ് ആണ്. സ്ലീവിന് മാത്രമാണ് ലൈനിങ് ഇല്ലാത്തതുള്ളൂ. ബോട്ടത്തിൽ ഫ്രണ്ടിലും ബാക്കിലും ലൈനിങ് ഉണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് ഇത് സ്ലിറ്റഡ് ടോപ്പാണ്. ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെയാണ്. ഫ്രണ്ടില് സ്ലിറ്റോട് കൂടിയ ടോപ്പാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പാച്ച് ഉണ്ടല്ലോ, യോക്കിലത്തെ പാച്ച്, അതേ ഡിസൈൻ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ്. അജ്രക്ക് പ്രിന്റ് വന്നിരിക്കുന്ന ദുപ്പട്ട, നല്ല ഭംഗിയുള്ള ദുപ്പട്ട കണ്ടോ. ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1210. ഇത് നല്ല ഭംഗിയാണ്. ഫുൾ അജ്രക്ക് പ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ്. ഇതിന്റെ എൻ സൈഡ് ഒക്കെ കണ്ടോ, നല്ല ഭംഗിയാണ്. നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ്. അപ്പോ ഈ 3 പീസ് സെറ്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1210, 1210. അപ്പോ ഇന്ന് ഈ കാണിച്ച ഐറ്റംസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.